33 വർഷങ്ങൾക്ക് ശേഷം അഭയം തന്ന കൈകളെ തേടിയെത്തി ഒരു മകൾ. തിരുവനന്തപുരം അമ്മത്തൊട്ടിലിൽ നിന്നും സ്വീഡിഷ് ദമ്പതികൾ ദത്തെടുത്ത മായയാണ് തന്റെ പോറ്റമ്മമാരെ കാണാൻ എത്തിയത്. കാലങ്ങൾക്കിപ്പുറം തങ്ങൾ പോറ്റിയ മകളെ കണ്ട സന്തോഷത്തിലാണ് അമ്മമാരും. ജനിച്ച മാസങ്ങൾ പിന്നിടുമ്പോൾ തിരുവനന്തപുരം ശിശുക്ഷേമ സമിതിയിലെത്തിയ കുഞ്ഞായിരുന്നു മായ. 2ാം വയസ്സിൽ സ്വീഡൻ ദമ്പതികൾ മായയെ ദത്തെടുത്തു. പിന്നീട് തലസ്ഥാനം വിട്ട് കേരളം വിട്ട് മായ സ്വീഡനിലേക്ക് പോയി. സ്നേഹത്തോടെ ഈ അമ്മമാർ വിളിച്ച കുഞ്ഞു മായയുടെ പേര് കരോലിന മാലിൻ ആസ്ബർഗ് ആയി. ഇപ്പോൾ 33 വർഷങ്ങൾക്കിപ്പുറം താൻ ജനിച്ച നാടും തന്റെ പോറ്റമ്മമാരെയും കാണാനെത്തിയതാണ് മായ. Yes, very, very happy. And I will remember this day and this for the rest of my life. വർഷങ്ങൾക്കിപ്പുറം മകളെ വീണ്ടും തൊട്ടടുത്ത് കാണാൻ കഴിഞ്ഞതിലെ സന്തോഷം അമ്മമാർക്കും. ആദ്യമായിട്ട് നമ്മളെ കാണുകയും ചിരിക്കുകയും നമ്മളെ സാരിത്തുമ്പി പിടിച്ചുകൊണ്ട് ഇവർ നടക്കുള്ളൂ. അപ്പോൾ നമ്മളൊരു തടുക്ക പായയിടും, അതിന് ഞങ്ങളും കയറി കിടക്കും, ഇവരും ഞങ്ങളടുത്ത് കിടക്കും. അങ്ങനെയൊക്കെ ഉള്ള ഒരു താരാട്ട് പാട്ടൊക്കെ പാടി ഞങ്ങളങ്ങനെ 1.5 വയസ്സിലാണ് പോണത്. അത് കഴിഞ്ഞ് ഇപ്പം വരുമ്പം നമ്മളൊരു ഏത് രൂപത്തിലിരിക്കണം എന്നൂടെ വിളിച്ചപ്പോൾ നമുക്ക് അറിഞ്ഞൂടാ മോളെ എങ്ങനെയാണെന്ന്. ആ രൂപമേയൊക്കെ മാറിയല്ലോ. അപ്പോൾ കാണുമ്പോൾ നമ്മളെ പഴയ കാര്യങ്ങളും അന്ന് നമ്മളെ അമ്മ 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 എന്ന് വിളിച്ചോണ്ട് അമ്മ എന്നാണ് എല്ലാ കുഞ്ഞുങ്ങളും അങ്ങനെ വിളിക്കുള്ളൂ. ഭർത്താവിനൊപ്പമാണ് മായ ജനിച്ച നാട്ടിലേക്ക് വീണ്ടും വന്നത്. അമ്മമാരുടെ സ്നേഹത്തണലിൽ ഒരാഴ്ച നിന്നേ ഇനി മടക്കമുള്ളൂ. നാട്ടിലെത്തിയ മായയ്ക്ക് പോറ്റമ്മമാരും സമിതി ഭാരവാഹികളും ചേർന്ന ഗംഭീര സ്വീകരണമാണ് ശിശുക്ഷേമ സമിതി ഓഫീസിൽ ഒരുക്കിയത്. റിപ്പോർട്ടർ, തിരുവനന്തപുരം.